ഇന്ന് നമുക്കൊരു പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കാം. അതിനായിട്ട് പൈനാപ്പിൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട സാധനങ്ങൾ: പൈനാപ്പിൾ ഏകദേശം 200 ഗ്രാം ഉണ്ട്. ഇത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ്, അതുകൊണ്ട് 200 ഗ്രാമിൽ താഴെയുള്ളത്. പിന്നെ 2 പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്. അരപ്പിനായിട്ട് നമുക്ക് ചെറിയ തേങ്ങ അരമുറി ചിരകിയെടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമ്മൾ അരപ്പിനായിട്ട് വെക്കുന്നത്. താളിക്കാൻ വേണ്ടിയിട്ട് 2 വറ്റൽമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കടുക് എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ നമ്മൾ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. പൈനാപ്പിൾ കട്ട് ചെയ്തതും 2 പച്ചമുളക് കീറിയതും കൂടി നമ്മൾ പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഒത്തിരി വേണ്ട, നമുക്ക് പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമല്ല, നോർമൽ പച്ചവെള്ളമാണ് ചേർക്കുന്നത്. ഇതൊന്ന് വേകട്ടെ, നമുക്ക് അരപ്പ് അപ്പോഴത്തേക്ക് റെഡിയാക്കാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം. പൈനാപ്പിൾ അപ്പോൾ വേവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇവിടെ ഒന്ന് വേകട്ടെ. നമുക്ക് അപ്പോഴത്തേക്ക് തൈര് റെഡിയാക്കാനുണ്ട്. തൈര് നല്ല കട്ടയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണ് ഇത്. നമ്മൾ പൈനാപ്പിൾ വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചേർക്കാനാണ്. അപ്പോൾ പൈനാപ്പിൾ നല്ലതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങയായിട്ടൊക്കെ മിക്സായിട്ട് നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ നമ്മൾ തീ ഏറ്റവും കുറവിലിട്ടേക്കണം. ഇത് തിളച്ച് പോകല്. തൈര് ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി തീ കൂട്ടിയിട്ട് തിളപ്പിച്ച് ഇതാക്കത്തില്ല. അപ്പോൾ തൈര് പിരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തീ ഏറ്റവും കുറവ് ഇതിലാണ് ഇട്ടേക്കേണ്ടത്. അപ്പം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറിയ തീയിലൊന്ന് ചൂടാകട്ടെ, ഒത്തിരി തിളപ്പിക്കണ്ട. നമുക്കപ്പോഴത്തേക്ക് താളിപ്പ് റെഡിയാക്കാം. വെളിച്ചെണ്ണ കടുക് വറക്കാനായിട്ട് ഒഴിക്കുന്നുണ്ട്. ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടിപ്പോയി. ഇത്രയും വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, കുറച്ച് കുറവ് മതി. കടുക്, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില ഇത് നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. താളിപ്പ് നമ്മൾ പൈനാപ്പിൾ പുളിശ്ശേരിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിരിക്കുകയാണ്. നല്ലൊരു മണം വരുന്നുണ്ട്. പുളിയുടെയും കടുക് വറുത്തതിൻ്റെയൊക്കെ ആയിട്ടൊരു നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി അവിടെ റെഡി ആയിരിക്കുകയാണ്.